ഹായ്. അപ്പോൾ നമുക്കൊരു ചെറിയ ടോപ്പിക് കൂടെ ബാക്കിയുള്ളൂ, ബ്ലഡ് ബ്രെയിൻ ബാരിയർ. അപ്പോൾ എന്താ ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയർ? നമ്മളെ ബ്രെയിനിനും ബ്രെയിനിന് കൊടുക്കുന്ന ബ്ലഡ് വെസലുകൾ തമ്മിൽ, അതായത് നമ്മുടെ ബ്രെയിനാണെങ്കിൽ ഇങ്ങോട്ട് ബ്ലഡ് കൊടുക്കുന്ന ഇങ്ങോട്ട് ബ്ലഡ് കൊടുക്കാമെന്നായിരിക്കും, ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ബാരിയർ ഉണ്ട്, എ സ്പെഷ്യൽ ബാരിയർ ദാറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ബ്രെയിൻ ടിഷ്യൂ. അത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ന്യൂറോൺസൊക്കെ എന്താണ്, ഭയങ്കര സെൻസിറ്റീവാണ്. ന്യൂറോൺസൊക്കെ നല്ല സെൻസിറ്റീവാണ്. അപ്പോൾ അതിനിപ്പോൾ നമ്മളെ ബ്ലഡിൽ സർക്കുലേറ്റ് ചെയ്യുന്ന പല ടോക്സിനോ ഹാംഫുൾ സബ്സ്റ്റൻസോ ഇതൊക്കെ ഇതിനെ ബാധിക്കും. സോ അതൊന്നും ഇങ്ങോട്ട് വരാൻ പാടില്ല. അപ്പോൾ ഇതിനൊരു ബാരിയർ വെച്ച് തടയും. അത്രയേ ഉള്ളൂ എന്ത്, ബ്ലഡ് ബ്രെയിൻ ബാരിയർ. അതേപോലെ തന്നെ ഒരു ബാരിയർ ആര് തമ്മിലുണ്ട്? ബ്ലഡും നമ്മളെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡുമായിട്ടും സിമിലർ ടൈപ്പ് ഒരു ബാരിയർ ഉണ്ട്. ഓക്കെ ആണോ? യെസ്. ഇനി ബ്ലഡ് ബ്രെയിൻ ബാരിയർ ആരൊക്കെ അലോ ചെയ്യുന്നുള്ളത് അടിക്കണം. ആരൊക്കെ അലോ ചെയ്യും, ആരൊന്നും പെർമിറ്റ് ചെയ്യില്ല, അതറിയണം. ആരൊക്കെ അലോ ചെയ്യും? ചെറിയ മോളിക്യൂൾ, സ്മോൾ മോളിക്യൂൾസിനെ കടത്തിവിടും. അതേപോലെ തന്നെ ലിപ്പിഡ് സൊല്യൂബിൾ ആൾക്കാരെ കടത്തിവിടും. പിന്നെ അൺചാർജ്ഡ് ആയിട്ടുള്ള മോളിക്യൂളിനെ കടത്തിവിടും. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആരാ? വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള ആൾക്കാരെ കടത്തിവിടൂല. പിന്നെ ലാർജ് മോളിക്യൂൾ എക്സാമ്പിൾ ആരെ? വലിയ പ്രോട്ടീൻസിനൊന്നും കടത്തിവിടൂല. ലാർജ് മോളിക്യൂൾസ് ആയ പ്രോട്ടീൻസിനെയോ വാട്ടർ സൊല്യൂബിൾ സബ്സ്റ്റൻസിനെയോ പിന്നെ പ്ലാസ്മ പ്രോട്ടീനായിട്ട് ബൈൻഡ് ചെയ്ത് കിടക്കുന്ന സാധനത്തിനെയോ ഇതിനൊന്നും എന്ത് ചെയ്യില്ല, ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടത്തിവിടൂല. ഇനി അനാട്ടമിക്കൽ ബേസ് ഓഫ് ബ്ലഡ് ബ്രെയിൻ ബാരിയറിലേക്ക് വന്നാൽ രണ്ട് സ്പെഷ്യൽ സ്ട്രക്ചർ വെച്ചിട്ടാണ് ഇത് ഫോം ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനൊരു ഫിഗർ ഉണ്ട്, ഞാൻ കാണിച്ചുതരാം. ഈ ഒരു ഫിഗർ, ഇതിൽ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇത് ഫോം ചെയ്യുന്ന ഒരാൾ ആരായിരിക്കും? എൻഡോത്തീലിയം ഓഫ് കാപ്പിലറിയും നമ്മളെ ബ്രെയിനിലെ എൻഡോത്തീലിയം ഓഫ് കാപ്പിലറീസും. ഈ എൻഡോത്തീലിയം ഓഫ് കാപ്പിലറീസിൽ എന്ത് ജംഗ്ഷൻ ഉണ്ടാവും? ടൈറ്റ് ജംഗ്ഷൻ. നമ്മളെപ്പോഴും പഠിച്ച പോലെ ടൈറ്റ് ജംഗ്ഷൻ എന്താ? ലീക്കേജ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യും. സോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ പാർട്ടിക്കിൾസിനെ മാത്രമേ കടത്തിവിടാൻ പറ്റൂ. സോ എൻഡോത്തീലിയം ഓഫ് കാപ്പിലറീസ് ഓഫ് ബ്രെയിൻസ് ആർ ജോയിൻഡ് ബൈ ടൈറ്റ് ജംഗ്ഷൻ. പിന്നെ അതേപോലെ തന്നെയോ നമ്മളെ ആസ്ട്രോസൈറ്റിൻ്റെ ഫുഡ് പ്രോസസ്സ്. ഇപ്പോൾ നോക്കി നോക്ക്, എൻഡോത്തീലിയം ഓഫ് ബ്രെയിൻ സെല്ല് എത്ര ടൈറ്റായിട്ടാണ് നിൽക്കുന്നത് നോക്ക്, കണ്ടോ? അതേപോലെ തന്നെ ഈ ആസ്ട്രോസൈറ്റ്സ്, ഫുഡ് പ്രോസസ് ഓഫ് ആസ്ട്രോസൈറ്റും. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പാർട്ടിക്കിൾസിന് കടന്നു പോകാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഈ രണ്ട് സാധനങ്ങൾ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, സോ എൻഡോത്തീലിയം ഓഫ് കാപ്പിലറീസ് ഓഫ് ബ്രെയിൻ ആർ ജോയിൻഡ് ബൈ ടൈറ്റ് ജംഗ്ഷൻ ആൻഡ് കാപ്പിലറീസ് ആർ സറൗണ്ടഡ് ബൈ ഫുഡ് പ്രോസസ് ഓഫ് ആസ്ട്രോഗ്ലിയ. ഈ രണ്ട് സാധനം പഠിക്കുക. ഓക്കെ, ഈ ഗ്ലിയൽ പ്രോസസ് എന്ത് ചെയ്യും? ഒരു കംപ്ലീറ്റ് ചെയ്ത് ഇതിന് ചുറ്റും ഉണ്ടാക്കും. ഓക്കെ ആണോ? ദെൻ ഈ ബ്ലഡ് CSF ബാരിയർ, നേരത്തെ ഒരു സാധനം പറഞ്ഞു, ബ്ലഡ് ബ്രെയിൻ മാത്രമല്ല ബ്ലഡ് CSF ബാരിയറും ഉണ്ട്. ഇതെവിടെയുള്ളത്? ബ്ലഡ് CSF ബാരിയർ ഉള്ളത് കൊറോയിഡ് പ്ലക്സസിൽ. ഈ കൊറോയിഡ് പ്ലക്സസിലും എന്തുണ്ടടാ? കൊറോയിഡ് പ്ലക്സസിലും ഈ കാപ്പിലറീസ് ഓഫ് കൊറോയിഡ് പ്ലക്സസിനും ടൈറ്റ് ജംഗ്ഷൻ ഉണ്ട്. അപ്പോൾ പിന്നെ ഈ ഒരു ബാരിയർ അവിടെ ഉണ്ടാക്കാൻ സഹായിക്കും. ഓക്കെ അല്ലേ? ഈ ഒരു ബാരിയർ ഉള്ളതുകൊണ്ട് നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്തൊക്കെ? നല്ല സെലക്റ്റീവായിട്ട് പാർട്ടിക്കിൾസിനെ കാറ്റുള്ളൂ, നല്ല സെലക്റ്റീവ് ആയിരിക്കും. അതേപോലെ തന്നെ പെർമിയബിലിറ്റി, നല്ല രീതിക്ക് പെർമിയബിലിറ്റി കുറവായിരിക്കും, എല്ലാത്തിനെയും കടത്തി വിടില്ല, ലോ പെർമിയബിലിറ്റി. ഓക്കെ അല്ലേ? ഇനി ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയറിന് ഡെഫിഷ്യൻ്റ് ബ്രെയിനിൽ എല്ലാ റീജിയനിലും ബ്ലഡ് ബ്രെയിൻ ബാരിയറില്ല, കുറച്ച് സ്ഥലത്തെങ്കിലും ഇത് കുറഞ്ഞ സ്ഥലങ്ങളുണ്ട് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഇല്ലാത്ത അല്ലെങ്കിൽ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ. അതിനെ വിളിക്കുന്ന പേരെന്താ? സർക്കം വെൻട്രിക്കുലാർ ഓർഗൻസ്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് OVLT, SFO, പിന്നെ ഏരിയ പോസ്റ്റീരിയർ ടു മെഡുല്ല ഒബ്ലാങ്കേറ്റ, പിന്നെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി, പിന്നെ മീഡിയൻ എമിനൻസ് ഓഫ് ഹൈപ്പോതലാമസ്, പിന്നെ പീനിയൽ ഗ്ലാൻഡ്. ഇത്രയും സ്ഥലത്ത് എന്തില്ല? ബ്ലഡ് ബ്രെയിൻ ബാരിയറില്ല. ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ അല്ലേ? എവിടെയൊക്കെ ആബ്സെൻ്റ് ആണെന്ന് ചോദിച്ചാൽ MCQ ആയിട്ടോ എന്ത് വേണമായിട്ട് ചോദിക്കാം. സോ OVLT, SFO,
മറ്റേ മെഡുല്ല ഒബ്ലങ്കേറ്റയ്ക്ക് പോസ്റ്റീരിയറായിട്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് പോസ്റ്റീരിയറായിട്ട് മീഡിയൻ എമിനൻസ് ഓഫ് ഹൈപ്പോതലാമസ് പീനിയൽ ഗ്ലാൻഡ്. ഇത്ര സ്ഥലത്ത് എന്തില്ല, ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഇല്ല. അപ്പോൾ അതിൽ OVLT എന്ന് പറയുമ്പോൾ ഇതാണ് OVLT, ഈ ഒരു പോർഷൻ. അതിൻ്റെ ഫുൾ ഫോം ഓർഗാനോ വാസ്കുലോസം ഓഫ് ലാമിന ടെർമിനാലിസ്. ബാക്കി എല്ലാ പോർഷനും ഇതിലും ഈ ഫിഗറിലുണ്ട്, അതിൻ്റെ ഫുൾ ഫോം ഇതിലും ഉണ്ട്. പഠിക്കോട്ടോ. ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഉള്ളതുകൊണ്ട് ചില ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ, ആ ബ്ലഡ് ബ്രെയിൻ ബാരിയറിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് പഠിക്കണം. ഓക്കെ, അപ്പോൾ ന്യൂറോൺ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? നമ്മളെ ന്യൂറോണിൻ്റെ ഭാഗത്ത് നിന്ന് ഫ്ലൂയിഡ് ഉണ്ടല്ലോ, അതിലുള്ള കോൺസെൻട്രേഷൻ ഓഫ് സോഡിയം, പൊട്ടാസ്യം, അങ്ങനെ കുറേ അയോൺസ് ഇല്ലേ, അതിൻ്റെയൊക്കെ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യും. സോ അതിൽ എന്തെങ്കിലും ഈ ECFൽ എന്തെങ്കിലും ഈ ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ മാറിയാൽ അത് ന്യൂറോൺ എഫക്റ്റ് ചെയ്യില്ലേ, അത് മാറാണ്ട് ഹെൽപ്പ് ചെയ്യാൻ ആര് സഹായിക്കും? ബ്ലഡ് ബ്രെയിൻ ബാരിയർ. അതേപോലെ തന്നെ ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ന്യൂറോണിലേക്ക് എത്താൻ പാടുണ്ടോ? ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ന്യൂറോണിലേക്ക് എത്താൻ പാടില്ല. സോ ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ന്യൂറോണിലേക്ക് വരുമോ? ഇല്ല, അതിന് സമ്മതിക്കില്ല. അപ്പോൾ എന്തൊക്കെ? കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും, പിന്നെ ഹാംഫുൾ സബ്സ്റ്റൻസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും, പിന്നെ നമ്മൾ CSFലേക്ക് റിലീസ് ചെയ്യുന്ന അല്ലെങ്കിൽ CSF ന്യൂറോ ട്രാൻസ്മിറ്ററിനെ സർക്കുലേഷനിലേക്ക് കടത്തിവിടാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ അത് അവിടെ തന്നെ കീപ്പ് ചെയ്യും. സോ ബ്ലഡ് ബ്രെയിൻ ബാരിയർ പ്രിവെൻറ്റ് എസ്കേപ്പ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഫ്രം CSF എന്നല്ല കേട്ടോ, ബ്രെയിനിൽ നിന്ന് എങ്ങോട്ടേക്ക് കടത്തി വിടൂല, ബ്രെയിനിൽ നിന്ന് സർക്കുലേഷനിലേക്ക് കടത്തി വിടൂല. ബ്രെയിനിൽ നിന്ന് സർക്കുലേഷനിലേക്ക് ന്യൂറോ ട്രാൻസ്മിറ്റർ പോകുന്ന ആര് തടയും? ബ്ലഡ് ബ്രെയിൻ ബാരിയർ തടയും. അതേപോലെ തന്നെ ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയർ എവിടെയാണോ തകർക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഡിസ്റപ്റ്റ് ആവുന്നത്, അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എവിടെയാണ് ബ്രെയിനിൽ ലിഷൻസ് വന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് നമുക്ക് അടുത്തൊരു ക്ലിനിക്കൽ കോറിലേഷൻ വരുമ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. പിന്നെ നമ്മളെ ബ്രെയിനിലേക്കുള്ള ഡ്രഗിൻ്റെ പെർമിയബിലിറ്റിയും തീരുമാനിക്കുന്നവരാ ബ്ലഡ് ബ്രെയിൻ ബാരിയർ. ഓക്കെ, നമുക്ക് ക്ലിനിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഫസ്റ്റ് പറയാനുള്ളത് കർണിക് ടീറസ്. ഇപ്പോൾ ചില ആൾക്കാരിൽ എന്തുണ്ടാവൂടാ, ഇപ്പോൾ ഹീമോലൈറ്റിക് ഡിസീസ്, നമുക്ക് മെയിനായിട്ട് അറിയുന്ന ഒരു ഹീമോലൈറ്റിക് ഡിസീസിൻ്റെ പേര് പറ. എല്ലാവരും പറയുന്ന ഒന്ന് തന്നെ ആയിരിക്കും, എന്ത്? എരിത്രോ ബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. ഇപ്പോൾ എരിത്രോ ബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് ഉള്ളൊരു കുട്ടി, അപ്പോൾ അവർക്ക് എന്തുണ്ടെന്ന് വിചാരിക്കും? ഹൈപ്പർ ബിലിറുബിനീമിയ ഉണ്ട് എന്ന് വിചാരിക്കും. അപ്പം അങ്ങനെ എന്നാണേ, അഥവാ ഉണ്ടെങ്കിൽ ഹീമോലൈറ്റിക് ഡിസീസായ എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസിലൊക്കെ ഹൈപ്പർ ബിലിറുബിനീമിയ ഉണ്ടെങ്കിൽ ഞാൻ മെയിനായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. ഫസ്റ്റ് ഇത് പറയുന്നതിന് മുന്നേ എന്നോട് പറയാൻ വിട്ടുപോയി. ഇപ്പോൾ ചെറിയ കുട്ടികളിലും, ചെറിയ ഇൻഫാൻ്റ് ആയിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, ചൈൽഡ്ഹുഡിലൊക്കെ ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഡെവലപ്പായി വരുന്നേ ഉണ്ടാവും. അപ്പോൾ ചില സ്ഥലത്തൊക്കെ എന്തുണ്ടാവും? ബ്ലഡ് ബ്രെയിൻ ബാരിയറിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും. ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഫുള്ളി ഡെവലപ്പ് ആയിരിക്കില്ല. അപ്പോൾ അതേപോലെ തന്നെ ഇതിലെ ബ്രെയിനിലെ ബേസൽ ഗാംഗ്ലിയക്കെല്ലാം എന്തുണ്ടാവും? ബേസൽ ഗാംഗ്ലിയക്കെല്ലാം ഈ ബിലിറുബിനായിട്ടൊരു സ്പെഷ്യൽ അഫിനിറ്റി ഉണ്ടാവും. ഇപ്പോൾ ബിലിറുബിനായിട്ടൊരു സ്പെഷ്യൽ അഫിനിറ്റി ഓൾറെഡി ചൈൽഡ്ഹുഡിൽ ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ബ്ലഡ് ബ്രെയിൻ ബാരിയർ അത്ര ഡെവലപ്പ് അല്ല. അപ്പോൾ ഹീമോലൈറ്റിക് ഡിസീസിൽ എരിത്രോബ്ലാസ്റ്റോസ് ഫീറ്റാലിസ് പോലത്തെ അസുഖങ്ങളുള്ള ആൾക്കാർക്ക് ഹൈപ്പർ ബിലിറുബിനീമിയ വന്നാൽ എന്ത് സംഭവിക്കും? അത് കുട്ടികളുടെ ബ്രെയിനിലേക്ക് കയറും. എന്നിട്ടോ ബേസൽ ഗാംഗ്ലിയയിൽ ഡെപ്പോസിറ്റ് ആവും. ഓക്കെ ആണോ? അതാണ് കർണിക് ടീറസ്. രണ്ടാമതാണ് ബ്രെയിൻ ട്യൂമർ. ഇപ്പോൾ ബ്രെയിൻ ട്യൂമർ എവിടെ? ഇപ്പോൾ ബ്രെയിൻ ട്യൂമർ ഉള്ള സ്ഥലത്ത് എന്തുണ്ടാവില്ല? ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഉണ്ടാവില്ല. അതെന്തുകൊണ്ടാണ്? കാരണം എന്ന് വെച്ചാൽ ആൻജിയോജെനിസിസ് ഓഫ് ട്യൂമർ. എന്താ ആൻജിയോജെനിസിസ് ഓഫ് ട്യൂമർ? ഇപ്പോൾ ഇവിടെ ഉള്ളൊരു സെല്ല്, ഇതിന് ക്യാൻസർ വന്ന് ഒരുപാട് സെല്ലാവുമെന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടത്തേക്ക് പുതിയ ബ്ലഡ് വെസൽ ഉണ്ടാകും. എന്തിനു വേണ്ടിയിട്ട്? ഓക്സിജനും ന്യൂട്രൻസൊക്കെ സപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ആൻജിയോജെനിസിസ് ഓഫ് ട്യൂമർ. അപ്പോൾ അങ്ങനെ ആൻജിയോജെനിസിസ് ഉണ്ടായ സ്ഥലത്ത് എന്തുണ്ടാവില്ല? ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഉണ്ടാവില്ല. അപ്പോൾ അവിടത്തേക്ക് എന്തുണ്ടായി? പുതിയ കാപ്പിലറീസ് ഒക്കെ ഉണ്ടായി. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എന്തിനാ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? ഡയഗ്നോസ് ചെയ്യാൻ.
ഈ ക്യാൻസറിനെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള സ്കാനിങ് എടുക്കുക വിചാരിക്കും. റേഡിയോ ആക്റ്റീവ് സ്കാനിങ് എടുക്കുവാണ്. എന്ത് ഇഞ്ചെക്ട് ചെയ്തിട്ട്? ഇപ്പോൾ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസ്, ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റേഡിയോ അയഡിനേറ്റഡ് സെറം ബിലിറുബിൻ, ഇത് ഞാൻ ഇഞ്ചെക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും? സ്കാൻ ചെയ്യും. എവിടെയാണ് ഇതിൻ്റെ പ്രസൻസ് വരുന്നത്? ഇതിൻ്റെ പ്രസൻസ് എവിടെയാണ് വരിക? എവിടെയാണോ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഡെഫിഷ്യൻ്റ് ആയത് അവിടെ ആയിരിക്കുമല്ലോ ട്യൂമർ ഉണ്ടാവുക. അവിടെ ഈ റേഡിയോ അയഡിനേറ്റഡ് സെറം ബിലിറുബിൻ്റെ പ്രസൻസ് കാണും. അപ്പോൾ നമുക്ക് ഒന്ന് അതിനെ ഡയഗ്നോസ് ചെയ്യാനും പറ്റും, പോരാത്തതിന് അത് എവിടെയാണ് ഉള്ളതെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ക്യാൻസറിനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും, എവിടെയാണുള്ളതെന്ന് ലൊക്കേറ്റ് ചെയ്യാനും പറ്റും. ഇനി അടുത്തുള്ളത് എന്താ? ഇൻഫെക്ഷൻ ആൻഡ് ഇഞ്ചുറി. ഓക്കെ, ഇപ്പോൾ ഇൻഫെക്ഷനും ഇഞ്ചുറിയും ഉള്ള സ്ഥലങ്ങളിൽ എന്താ ഇവിടെ? ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ബ്രോക്ക് ആവും. ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ബ്രേക്സ് ഡൗൺ ആയാൽ പിന്നെ നോർമലി കയറാതെ, ഇപ്പോൾ ഒരു ആൻറ്റിബയോട്ടിക്കിന് നോർമലി ബ്രെയിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ? ഇല്ല. ബ്ലഡ് ബ്രെയിൻ ബാരിയറിൽ ഇപ്പം കാണാൻ പറ്റും, കയറാൻ പറ്റില്ല. പക്ഷെ അത് ഇൻഫെക്ഷനും ഇൻഫ്ലമേഷനും വന്നപ്പോൾ അത് ബ്രേക്ക് ഡൗൺ ആയി എന്ന് വിചാരിക്കും. അപ്പോൾ നോർമലി കയറാത്ത ആൻറ്റിബയോട്ടിക്സിന് എങ്ങോട്ട് കയറാൻ പറ്റും? ബ്രെയിനിലോട്ട് കയറാൻ പറ്റും. സോ നമുക്ക് ചില ഡിസീസിൻ്റെ അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെൻറ്റിന് ഇത് ഹെൽപ്ഫുൾ ആകുന്നുണ്ട്. സോ ഇത് നമ്മൾ ശരിക്കും പറയാം നാച്ചറിൻ്റെ തന്നെ ഒരു ഓൺ ഡിഫെൻസ് മെക്കാനിസം ആയിട്ട് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാമല്ലോ. നാച്ചേഴ്സ് ഓൺ ഡിഫെൻസ് മെക്കാനിസം. റെഡി? ഇറ്റ് ഈസ് എ നാച്ചേഴ്സ് ഓൺ ഡിഫെൻസ് മെക്കാനിസം. അപ്പോൾ എങ്ങനെ? വെൻ നാച്ചുറൽ ഇൻറ്റഗ്രിറ്റി ഓഫ് ബ്രെയിൻ ഈസ് ഇൻ്റർഫിയർഡ് ബൈ ഇൻഫെക്ഷൻ, റിപ്പയർ പ്രോസസ്സിന് വേണ്ടിയിട്ട് ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയർ നാച്ചുറൽ തന്നെ ഒഴിവാക്കി തന്നില്ലേ? അപ്പോൾ ഓട്ടോമാറ്റിക്കലി ട്രിഗർഡ് ബൈ മേക്കിംഗ് ആക്സസ് ടു ദ മെഡിസിൻ. സോ അതെന്താവും? ഹീലാവും. ഓക്കെ, ഇപ്പോൾ ഹൈപ്പർ ടോണിക് സൊല്യൂഷൻ കൊടുക്കാമെന്നായിരിക്കും. ഹൈപ്പർ ടോണിക് സൊല്യൂഷൻ കൊടുത്താൽ എന്ത് സംഭവിക്കടാ? ഇപ്പോൾ ഇത് കാപ്പിലറീസിലുള്ള സെല്ലാന്ന് വിചാരിക്കും. ഓക്കെ, ഇപ്പോൾ കാപ്പിലറീസിലുള്ള സെല്ല് എന്താവടാ? ഷ്രിങ്കായി എന്ന് വിചാരിക്കും. ഇപ്പോൾ ഇത് ഷ്രിങ്കായി, ഇപ്പോൾ ഇതിനുള്ള ഗ്യാപ്പ് കൂടിയില്ലേ? ഗ്യാപ്പ് കൂടി. ഇപ്പോൾ ഇതിനുള്ളിൽ കൂടി ആൾക്കാർ കയറാലോ. സോ ഹൈപ്പർ ടോണിക് സൊല്യൂഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സോ ടെമ്പററിലി എന്താവും? വീക്കാവും. ആര്? ടെമ്പററിലി ബ്ലഡ് ബ്രെയിൻ ബാരിയർ വീക്കായി. ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഈസ് ടെമ്പറലി വീക്കൻ ബൈ എക്സ്പോസിങ് ദ കാപ്പിലറി ടു ഹൈപ്പർടോണിക് സൊല്യൂഷൻ. എന്തുകൊണ്ടാണ്? എൻഡോത്തീലിയൽ സെല്ല് ഷ്രിങ്കായി. ഇത്ര വലിയ എൻഡോത്തീലിയൽ സെല്ല് എന്തായി? ഷ്രിങ്കായി. അപ്പോൾ ഇതിനുള്ള ഗ്യാപ്പ് കൂടി. സോ ഇതിലേക്ക് എന്താവും? ആൾക്കാർക്ക് ഈ ടൈറ്റ് ജംഗ്ഷൻ എന്തായി മാറി? ഈ ടൈറ്റ് ജംഗ്ഷൻ ഇപ്പോൾ എന്തായി? ലീക്കായി മാറി. എന്നുവെച്ചാൽ അത്ര ലീക്ക് എന്ന് വെച്ചാൽ അപ്പാട് ലീക്കായി എന്നല്ല, അതിൻ്റെ ടൈറ്റ് കുറഞ്ഞു, ലെസ് ടൈറ്റ്. സോ നമുക്ക് ബ്രെയിൻ ഡിസീസൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. നോർമലി ഡ്രഗ്സിനൊന്നും കയറാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഡ്രഗ്സ് നമുക്ക് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യണമെന്ന് ആവശ്യം വന്നാൽ എന്ത് ചെയ്താൽ മതി? ആദ്യം ഹൈപ്പർ ടോണിക് സൊല്യൂഷൻ അഡ്മിനിസ്ട്രേറ്റ് ചെയ്താൽ മതി. സോ ജസ്റ്റ് ബിഫോർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡ്രഗ്സ് ദാറ്റ് ആർ എയിം ടു പെനിട്രേറ്റ് ബ്രെയിൻ ടിഷ്യൂ, എ ഹൈപ്പർടോണിക് സൊല്യൂഷൻ ഈസ് ഇഞ്ചെക്റ്റഡ് ടു. എവിടെ ഇഞ്ചെക്ട് ചെയ്യണം ഹൈപ്പർടോണിക് സൊല്യൂഷൻ? കരോട്ടിഡ് ആർട്ടറി. നമ്മൾ കരോട്ടിഡ് ആർട്ടറിയിലേക്ക് ആരെ ഇഞ്ചെക്ട് ചെയ്യും? ഹൈപ്പർടോണിക് സൊല്യൂഷൻ. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡ്രഗ്സിനെ നമുക്ക് ആവശ്യമുള്ള ബ്രെയിൻ ടിഷ്യൂലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാൻ പറ്റും. ഓക്കെ ആണോ? ഇനി അടുത്തൊരു ടേമാണെന്ത്? CSF ബ്രെയിൻ ബാരിയർ. ഇങ്ങനെ ഒരു ബാരിയർ ഉണ്ടോ? എന്നാൽ ഇങ്ങനെ ഒരു ബാരിയർ ഇല്ല. CSFും ബ്രെയിനും തമ്മിൽ എന്തില്ല? ഒരു ബാരിയർ ഇല്ല. അപ്പോൾ ഇങ്ങനെ തോന്നുന്നു ഞാൻ തുടക്കത്തിൽ എന്താ പറഞ്ഞത്? ഞാൻ എന്താ പറഞ്ഞത്? CSF ബ്ലഡ് ബാരിയറാണ്. CSFും ബ്ലഡും തമ്മിൽ ബാരിയർ ഉണ്ട്, പക്ഷെ CSFും ബ്രെയിനും തമ്മിൽ ബാരിയർ ഇല്ല. ഓക്കെ, സോ എന്തുകൊണ്ടാണ്? അപ്പോൾ നമുക്കൊരു ഡ്രഗ് അല്ലെങ്കിൽ ഒരു അനസ്തറ്റിക് ഏജൻറ്റ് കൊടുക്കണമെന്നായിരിക്കും. ഒരു ഡ്രഗ് അല്ലെങ്കിൽ ഒരു അനസ്തറ്റിക് ഏജൻറ്റ് കൊടുക്കണമെന്ന് വിചാരിക്കും. ഒരു ഡ്രഗോ അനസ്തറ്റിക് ഏജൻറ്റോ നമുക്ക് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? CSFിലേക്ക് ഡയറക്റ്റ് ഇഞ്ചെക്ട് ചെയ്താൽ മതി. ലംബാർ പങ്ക്ചർ വഴി നമ്മൾ CSFിലേക്ക് ഒരു അനസ്തറ്റിക് ഏജൻറ്റ് കൊടുത്താൽ സ്വാഭാവികമായിട്ട് അതങ്ങോട്ട് പോയിക്കോളും, അത് ബ്രെയിനിലോട്ട് പോയിക്കോളും. ഓക്കെ, ദെൻ ബ്ലഡ് ബ്രെയിൻ ബാരിയറിൽ മെയിനായിട്ട് ഇത്രയും സാധനങ്ങളാണ് പഠിക്കാനുള്ളത്. സോ നോട്ട്സ് വേണ്ടവർക്ക് ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാം. താങ്ക് യു.